ഡോക്ടർ ഇവാഞ്ചലിസ്റ്റ് ആ ലെവലിലേക്ക് എങ്ങനെ വളരുന്നത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടുമൊക്കെ ഫസ്റ്റ് ചാൻസിൽ തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് MBBS ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ്. അപ്പോൾ അവിടെ ചെന്ന ആഴ്ച മുതൽ ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡായി. എല്ലാവരും ഒരു ബോണഗെയിൻ ക്രിസ്ത്യൻസ് ആണ് അതിന്റെ ലീഡേഴ്സ്. എന്നാൽ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ കോളേജിലുള്ള പിള്ളേരെ രക്ഷിക്കപ്പെടുത്തുക. ആ കൂട്ടത്തിൽ ഞാൻ അങ്ങ് എസ്റ്റാബ്ലിഷ്ഡായി. എൻ്റെ വചനത്തിൽ ഞാൻ കൂടുതൽ പഠിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ചില റോൾ മോഡൽസിനെ കാണാനുള്ള കൃപ, ദൈവത്തിൻ്റെ വലിയ ഒരു ഗ്രേസ് എൻ്റെ മേലുണ്ടായി. ആ മനുഷ്യരെ കണ്ട് ഞാൻ തീരുമാനിച്ചു, മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എന്തുവാ, ഈ വൈറ്റ് കോളർ ജോബാണ്, ഡിഗ്നിറ്റിയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവിടെ ചെന്നത് മനസ്സിലായി ഡിഗ്നിറ്റി അല്ല, ഇനി കർത്താവിൻ്റെ ഡിസൈപ്പിൾ ആകുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ കർത്താവിനെ സ്നേഹിച്ച് നടക്കുന്ന മനുഷ്യരെ കണ്ട് നേരത്തെ ആ സ്വർഗത്തെ നരകത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ആ സമയത്ത് ആ കേട്ടറിവ് വന്നു, അതായത് പാപമാണെങ്കിൽ എന്തോ നരകത്തിലേക്ക് പോകും, രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇത് ശരിക്കും റോൾ മോഡൽസ്, അതായത് ഇവരെ കാണുമ്പോൾ ശരിക്കും നമുക്കങ്ങ് നമ്മുടെ വിശ്വാസം അങ്ങ് ഉറച്ചു, എസ്റ്റാബ്ലിഷ് ആയി. രക്ഷിക്കപ്പെട്ടെങ്കിലും മുൻകോപവും ദേഷ്യവും അങ്ങ് വയലൻസും ഒക്കെയാ അകത്ത്. എന്നാൽ ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി ഇതല്ല ജീവിതം. സ്പിരിറ്റിന്റെ ഒരു ഫ്രൂട്ട്നെസ് ശരിക്കും, ആത്മാവിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളത് അവരിൽ കൂടി നമ്മൾ കണ്ടു. അല്ലെ, യേശുവിനെ ഞാൻ അവരിൽ കണ്ടു.